Good morning, ladies and gentlemen. Welcome to your favorite. നമസ്കാരം. CMF നത്തിങ്ങിൻ്റെ പുതിയ ഫോണാണ്. നത്തിങ് CMF ബൈ നത്തിങ് ഫോൺ 1. ഇതാണ് ഫോണ്. പച്ച കളറാണ് കിട്ടിയത്, ഓറഞ്ചൊന്നും കിട്ടിയില്ല. പച്ചയും കറുപ്പും ഉണ്ട്. ദുബായിൽ മേടിക്കാനാണെങ്കിൽ 900 ദിർഹംസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ വില. നാട്ടിലാണെങ്കിൽ 16,000 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആൻഡ് ഇതൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ കേട്ടോ. ഇതിൻ്റെ കണ്ട ഇങ്ങനത്തെയൊക്കെ സിം ഇജക്റ്റിംഗ് ടൂൾ, പ്ലാസ്റ്റിക്, പിന്നെ മറ്റേ കീറി പറിക്കണ പെട്ടി മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ വീഴണ പെട്ടി അവന്മാർ തന്നിട്ടുണ്ട്. സന്തോഷം. പെട്ടിയിനകത്ത് ചാർജിങ് കേബിളുണ്ട്, ചാർജറില്ല കേട്ടോ. 33 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് ഈ സാധനം സപ്പോർട്ട് ചെയ്യും. പിന്നെ ആമുലറ്റ് ഡിസ്പ്ലേ ആണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു പ്ലാസ്റ്റിക്കി ഫോണാണ്. ഭയങ്കര പ്ലാസ്റ്റിക്കാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ സാധനമൊക്കെ സ്ക്രൂ ഒക്കെ ചെയ്ത് കളഞ്ഞിട്ട് അവരേതായതിന് 1500 രൂപ മുടക്കി പലതരം കേസുകൾ നിങ്ങൾക്ക് CMF ബൈ നത്തിങ്ങിൻ്റെ അതിന് മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാത്തവർക്ക് 3D പ്രിൻ്ററുള്ള കയ്യിലുള്ളവർക്ക് നത്തിങ് തന്നെ ഇതിൻ്റെ ലെങ്ത്തും ബെത്തും ഒക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ നെറ്റി ഇട്ടിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ബാക്ക് പാനൽസ് മറ്റേ 3D പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്ത് ഒട്ടിക്കാം. പിന്നെന്തൊരു മറ്റേ തൂക്കിയിടുന്ന സാധനത്തിന് 1500, സ്റ്റാൻഡിന് 700, അങ്ങനെയൊക്കെ അവർ മാക്സിമം പുഷ് ചെയ്യാണ്. പിന്നെ ചാർജറില്ല. CMF ബൈ നത്തിങ്ങിൻ്റെ ചാർജർ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് മേടിക്കാം. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കൊള്ളാം, സോഫ്റ്റ്വെയർ കൊള്ളാം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രൈമറി ഫോക്കസ്. 16,000 രൂപയുടെ ഫോണിൽ വെച്ച് നോക്കുമ്പോൾ ധൈര്യമായിട്ട് ഗംഭീര സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് എടുക്കാൻ പറ്റിയ ഒരേ ഒരു ഫോണ് ഈ സാധനമാണ്. അല്ലാതെ വേറെ ഒരു ഫോണും ആ പ്രൈസ് റേഞ്ചിലില്ല. മോട്ടോറോളയിലൊന്നും 4K മറ്റേ എന്നിട്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. 4K ഇതിൽ 4K വീഡിയോ എടുക്കാം ബാക്ക് ക്യാമറ വെച്ചിട്ട് 4K 30 FPS വീഡിയോ എടുക്കാടെ. അതൊരു വലിയ സംഭവമാണ്. OIS ഒന്നുമില്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിംഗ് ഒന്നുമില്ല. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K വീഡിയോ റെക്കോർഡിങ് കിട്ടണത് വളരെ വലിയ കാര്യമാണ്. ബിക്കോസ് OnePlus Nord CE4 ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ ബാക്കിൽ 30 FPS 4K കിട്ടണുണ്ടല്ലേ, അതിനെ വലിയ കാര്യം. അപ്പം 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വേണം. മുകളിലിരിക്കുന്ന ഡെപ്ത് സെൻസറാണ്. അത് വെച്ചിട്ട് മറ്റേ എന്തൊരു എക്സ്റേ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ആരും ഓടിപ്പടച്ച് മേടിച്ചിട്ട് കുൽസിക പരിപാടിക്ക് ഇറങ്ങണ്ട കേട്ടോ. അതൊക്കെ ജാത വരുത്തം തള്ളിയതാണ് ട്വിറ്ററിൽ. ഒന്നെങ്കിൽ അവന്മാർ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റോടെ മാറ്റി കാണും. എന്തിനാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരണ ഒരു ഫോൺ. ഇതല്ലാതെ വേറെ കൂടുതൽ എനിക്ക് തള്ളയില്ല. മോണോ സ്പീക്കറാണ്, അത് അത്യാവശ്യം ലൗഡാണ്. NFC ഒന്നുമില്ല. പിന്നെ ഈ അകത്തിരിക്കുന്നത് ഡിമെൻസിറ്റിയുടെ 7300 ആണ്. പേര് കേട്ടിട്ട് വിചാരിക്കരുത് മറ്റേ 7200 വരെ വാപ്പയൊന്നും അല്ല. 7050 ഒരു വേറൊരു പേരാണ് ഈ 7300. പേരിട്ടവന്മാരെ പോയി തള്ളാക്കി കളിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണെങ്കിലും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിലിങ്ങും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നല്ല നീറ്റ് ഫോൺ. BGMI കളിക്കുന്നവർക്ക് സ്മൂത്ത് 60 FPS ഗെയിം നല്ല വെടുപ്പായിട്ട് കളിക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഈ ഫോണിനെ പറ്റി എനിക്ക് പറയാനില്ല. ഞാൻ വന്നിരുന്ന് മൂഡ് മാറ്റാം, മറ്റത് മറിച്ചത്. പിന്നെ ആകെ ഉള്ളൊരു വിഷമം വന്നതിൽ ലൈറ്റ് കത്തൂല. CMFൻ്റെ ഫോണായതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കത്തിയില്ല. പിന്നെ ഇവിടെ ഫ്ലാഷ് കത്തും, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയില്ല. പക്ഷേ ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നത്തിങ് ആ ഒരു കാര്യത്തിൽ ഒരു ബ്ലോട്ട്വെയർസും മാറ്റ്സും ഒന്നും കൊടുക്കാതെ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്തിട്ട് എന്താണ് നത്തിങ്ങിൻ്റെ ഇത് കൊടുക്കാനുള്ളത്, ഒരു ഫോണിൽ കൊടുക്കാനുള്ള ആ ഒരു ബാഡ് എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു കിട്ടിലൻ സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി തന്നെ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്നവർക്ക് പറ്റിയ ഫോൺ. അല്ലാത്തവർക്ക് വേറെ ഫോണുകളുണ്ട്. മറ്റെന്ത് Realme P1 ഉണ്ട്, മറ്റേ പല ഫോണുകളും ഉണ്ട്. അതൊക്കെ മേടിക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. പക്ഷേ ഇതുപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ആൻഡ് പെർഫോമൻസ് ഈസ് ഓൾസോ ഗുഡ്. ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ല. ഫോട്ടോയൊക്കെ എടുക്കാൻ വെട്ടത്തിലൊക്കെ എടുക്കാൻ നല്ല രസമാണ്. ഇരുണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പണി മാറും. അറിയാലേ 17,000 20,000 താഴെ ഞാൻ എന്തോന്നറിയാം പറയാനുള്ളത്. ക്യാമറ എന്തോന്ന് ഫ്ലാഗ്ഷിപ്പ് ലെവൽ കോപ്പ് തരുമെന്ന് എടുത്തുക്കണ ഫോട്ടോയിലൊക്കെ നമ്മൾ വെളുത്തും വിടറിയൊക്കെ ഇരിക്കും. അതാണ് മലയാളം. അതിലൊന്നും മാറ്റം പറയാനില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്പിൾ ഫോണാണ്. അല്ലാതെ വേറെ ഒന്നും ഇതിനെപ്പറ്റി എനിക്ക് ഹൈപ്പ് അടിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ഒന്നും പറയാനില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, മേടിച്ച് യൂസ് ചെയ്യുന്നവർ താഴെ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രോപ്പറായിട്ട് പറയുക. സോ ദാറ്റ് ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ പിന്നെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് മേടിക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും.
എനിക്ക് ഞാൻ പറയില്ല, ഒന്നും പറയാനില്ല. ഈ ഫോൺ ഒരു സാധാ ഫോൺ, ബെസ്റ്റ് ഫോൺ വിത്ത് ഗുഡ് ഫോൺ വിത്ത് ഗുഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അണ്ടർ 20K അത് ഈ ഫോണാണ്. അത്രയേ ഉള്ളൂ. ബൈ.